ഇന്നാട്ടോ നമ്മൾ എറണാകുളത്തിന് പോകുന്ന ദിവസം നല്ല മഴയായിരുന്നു രാവിലെ. അതുകൊണ്ട് വീടിൻ്റെ അവിടെ നിന്ന് ഇറങ്ങുന്നതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. ഓട്ടോയ്ക്കാണ് പോകുന്നത്. ബസ്സിന് പോകാൻ തീരുമാനിച്ചായിരുന്നു, പക്ഷേ നല്ല മഴയായതുകൊണ്ട് നമുക്ക് ലഗേജും എല്ലാം ഉള്ളതുകൊണ്ട് ഓട്ടോയ്ക്ക് പോകാൻ തീരുമാനിച്ചിട്ട് മുണ്ടക്കയം വരെ ഓട്ടോയ്ക്കാണ് കേട്ടോ പോയത്. പെട്ടെന്ന് കേട്ടോ 2 മാസം അവധി എന്ന് പറഞ്ഞിട്ട് 2 മാസം അവധി ഉണ്ടായിരുന്നു എന്ന് തന്നെ എനിക്ക് സംശയമാണ് കേട്ടോ. ഇതെല്ലാം നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് മുണ്ടക്കയം ഇറങ്ങിപ്പോകുന്ന മുണ്ടക്കയം റോഡാണ് കേട്ടോ. അതായത് പൂഞ്ഞാറ് മുണ്ടക്കയം റോഡ് വരും. ഇതിപ്പോൾ മുണ്ടക്കയത്തിന് പോകുന്ന വഴി ഓപ്പോസിറ്റ് അതുവഴി നേരെ നമുക്ക് പോവുകയാണെങ്കിൽ വരുന്നത് പൂഞ്ഞാറ് ഈരാറ്റുപേട്ട റോഡാണ് കേട്ടോ. ഇവിടെ കൊണ്ടോ കേട്ടോ നമ്മുടെ റോഡ് തിരിയുന്നത്. ഇതുപോലെ താഴെ കൂടെ കിടക്കുന്ന റോഡ് കൂട്ടിക്കലേന്തയാർ റോഡാണ് കേട്ടോ. നേരെ മുണ്ടക്കയം. ഈ താഴെ കാണുന്ന കേട്ടോ മുണ്ടക്കയം. പക്ഷെ വളഞ്ഞു പോകുമ്പോൾ ഇതുവഴി നേരെ ഇറങ്ങി പോകാൻ പറ്റുള്ളൂ എന്നോട്ട്. നമ്മൾ സ്റ്റാൻഡിലോട്ട് കയറിയപ്പോൾ തന്നെ ഒരു എറണാകുളം ബസ് ഇറങ്ങിപ്പോയി കേട്ടോ. സ്റ്റാൻഡിലോട്ട് കയറുന്ന കാഴ്ചയുണ്ട്. ഈ സ്റ്റാൻഡിൻ്റെ ഇതാണ് മുണ്ടക്കയം സ്റ്റാൻഡ്. ഇതിൻ്റെ നടുക്കൊരു മരം ഉണ്ട് കേട്ടോ. എന്നാ വെയിലാണെങ്കിലും അവിടെ നല്ല തണലുണ്ടാവും. ഒരു KSRTC ബസ് കിട്ടിയിട്ടുണ്ട്, മൂവാറ്റുപുഴ എറണാകുളം ബസ് കിട്ടിയായിരുന്നു. 3 പേർക്ക് കൊച്ചിന് ഹാഫ് ടിക്കറ്റ് ഉണ്ട്. അതുകൊണ്ട് കുട്ടിൻ്റെ 300 രൂപ അത്ര ആയുള്ളൂ. അച്ഛനാണ് കേട്ടോ എന്നെ കൊണ്ടുപോയി വിടാൻ വേണ്ടി വരുന്നത്. ഇടയ്ക്ക് വെച്ച് എനിക്ക് വിശന്നായിരുന്നു കേട്ടോ. ഉള്ളിവട മേടിച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാൻ കഴിച്ചു. അപ്പോഴേക്കും കുഞ്ഞ് നല്ലതാണ് കേട്ടോ വലിയച്ഛൻ്റെ അരുവിപ്പുറപ്പള്ളി മേടപ്പത്ത കേട്ടോ ഇവിടുത്തെ പെരുന്നാൾ വരുന്നത്. ഇതാട്ടോ ഇത് കളത്തിക്കടവ്. ഈ സ്ഥലം എനിക്ക് നല്ല പരിചയമുണ്ട്, കാരണം ഞാൻ വളർന്ന സ്ഥലമാണ്. ബസ്സിൽ തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ, ഞായറാഴ്ച ആയതുകൊണ്ട്. പിന്നെ ഇവളോട് ഞാൻ പറഞ്ഞു തുള്ളലെന്ന്. വന്നതിൻ്റെ പിറ്റേന്ന് ഇവൾക്ക് ജലദോഷമായിരുന്നു, കാരണം നല്ല മഞ്ഞുണ്ടായിരുന്നു. മഞ്ഞത്ത് തലയും മുക്കൊക്കെ വെളിയിലിട്ടേക്കുമായിരുന്നു പെട്ടെന്ന്. ഇത് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എൻ്റെ വ്യത്യാസം തന്നെ നല്ല ജലദോഷം പിടിച്ചു.
ദൈവമേ, ആ പെൺകുട്ടി ഓർക്കുമെന്തോ ആ പെൺകുട്ടീനെ ഞാൻ സൂം ചെയ്ത് ഫോട്ടോ എടുക്കുന്നതെന്ന്. KSRTC സ്റ്റാൻഡ്, പുതിയ സ്റ്റാൻഡ്, അതിനകം ചോരുന്ന കണ്ടിട്ട് ഞാനൊരു വീഡിയോ എടുത്തതാണ് കേട്ടോ. പായലൊക്കെ പിടിച്ച് നനഞ്ഞിരിക്കുന്നു. ഇതേ KSRTCക്കാർ കുളിക്കാൻ വേണ്ടി അവർ തന്നെ പുതിയ ഇതെടുത്തിട്ടുണ്ട്. സ്പീഡ് കൂടുതലോ അപകടകരമായ രീതിയിൽ ഓടിക്കുകയോ കണ്ടാൽ ആ നമ്പറിൽ വിളിച്ചറിയിച്ചാൽ മതി എന്നാണ് പറഞ്ഞേക്കുന്നത്. ഞാൻ വർത്താനം പറയുന്നതിൻ്റെ കൂടെ തന്നെ അവളും ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ ഞാൻ മിണ്ടാതിരിക്കും. വഴിയിൽ മീൻ കച്ചവടം നടത്തുന്നുണ്ടായിരുന്നു കുറേ പേര്. നല്ല നാടൻ മറ്റേ ഈ തോട്ടിൽ നിന്നൊക്കെ പിടിക്കുന്ന മീനാണെന്ന് തോന്നുന്നു. 7:20 വണ്ടിക്ക് വന്നിട്ട് നമ്മളൊരു 11 മണിയായപ്പോഴേക്കും ഇവിടെ എത്തി കേട്ടോ. നോക്കി അച്ഛനെ കണ്ടപ്പോൾ അവളുടെ സന്തോഷം കണ്ടോ. നമ്മളെയൊന്നും മൈൻഡ് പോലും ഇല്ല.